ഹായ് ഫ്രണ്ട്സ്, പഴമയുടെ രുചി തോന്നിക്കുന്ന പൊന്നാനി പലഹാരം പഴം നിറച്ചത്. ആദ്യം ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്തെടുത്ത കാഷ്നട്ട് 2 ടേബിൾ സ്പൂൺ ചേർക്കാം. അത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കിസ്മിസ് ചേർക്കാം. രണ്ടും കൂടി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കളർ മാറി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നന്നായി ബ്രൗൺ കളറായി വരുമ്പോൾ ഇത് നമുക്ക് ഇറക്കി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നടുവിലായിട്ടാണ് കീറുന്നത്. 3 സൈഡിലായിട്ടും കീറുന്നുണ്ട്, പക്ഷേ നിറക്കുന്നത് നടുവിൽ മാത്രം. നടുവിൽ മാത്രം കീറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് നിറച്ച് കൊടുക്കാം. ഫില്ലിംഗ് നിറക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, പൊട്ടാതെ വേണം നമ്മളിത് കൈകൊണ്ട് അമർത്തി നിറച്ച് കൊടുക്കാൻ. ഇങ്ങനെ ഓരോ പഴത്തിലും നമുക്ക് ഫില്ലിംഗ് നിറച്ച് കൊടുക്കാം. ഇനി നമുക്ക് മൈദ ബാറ്റർ തയ്യാറാക്കാം. 1/2 കപ്പ് മൈദ ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ബാറ്റർ ലൂസാവാതെ തയ്യാറാക്കാം. മൈദയുടെ ബാറ്റർ ഇതിൻ്റെ മേലെ കോട്ട് ചെയ്ത് കൊടുക്കാം. ഫില്ലിംഗ് കാണത്തക്ക വിധം വേണം കോട്ടിങ് ചെയ്ത് കൊടുക്കാം. ഇനി പഴത്തിൻ്റെ എഡ്ജിൽ തട്ടി തൊലി കളഞ്ഞ് എടുക്കാം. ഇങ്ങനെ തൊലി കളഞ്ഞ് എടുത്ത 3 പഴവും നമുക്ക് മാറ്റിവെക്കാം. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പഴം എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമ്മുടെ പഴത്തിൻ്റെ എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു ഗോൾഡൻ നിറം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പഴനിറവ് ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.